എല്ലാവർക്കും ശ്രീമാത്രേ നമഃ. നമ്മൾ ഇന്ന് ദശമഹാവിദ്യ തത്വം, ദശമഹാവിദ്യകൾ ആരാണ്, ദശമഹാവിദ്യകളുടെ ഭാവം എന്താണ്, അവരെങ്ങനെയാണ് പ്രപഞ്ചത്തിലെ മഹാവിദ്യകളായിട്ട് തീർന്നത്, ഒരു സാധകനെ എങ്ങനെയാണ് അവർ സഹായിക്കുന്നത്, ഇതെല്ലാം ഒന്ന് കാണുകയാണ്. ഇതിനെ തുടർന്ന് നമ്മൾ ഭുവനേശ്വരി തത്വം, ഭുവനേശ്വരി എന്ന് പറഞ്ഞ ദേവിയുടെ ഭാവത്തെ നമ്മൾ ചർച്ച ചെയ്യുന്നതായിരിക്കും. വളരെ വളരെ എന്താ പറയുക, അർത്ഥവത്തായിരിക്കുന്ന ഒരുപാട് ഡെപ്ത് ഉള്ളതായിട്ടുള്ള ആ ഒരു വിഷയമാണ് ദശമഹാവിദ്യ തത്വം എന്നുള്ളത്. അപ്പൊ നമുക്ക് അതിനെക്കുറിച്ച് വളരെ മനസ്സിലാവുന്ന രീതിയിൽ ഒന്ന് മനസ്സിലാക്കാം. ചെറിയ രീതിയിലെങ്കിലും മനസ്സിലാക്കിയിരിക്കുന്നത് വളരെ നല്ലതാണ്. അപ്പോ ആ ദശമഹാവിദ്യകൾ ആരാണ്, എത്ര പേരുണ്ട്? ആദ്യം ദശമഹാവിദ്യകൾ എന്നാ പറയുന്നത് അല്ലെ, 10 മഹാവിദ്യകളെയാണ് നമ്മൾ ദശമഹാവിദ്യകൾ. മേരു തന്ത്രമാണ് ഇത് പറയുന്നത്. ഒരുപാട് തന്ത്രശാസ്ത്ര ഇത് ദശമഹാവിദ്യകളെ കുറിച്ചുള്ള അറിവ് നമുക്ക് തന്ത്രശാസ്ത്രങ്ങളിൽ മാത്രമേ ഉണ്ടാവുള്ളൂ. അപ്പൊ മേരു തന്ത്രം എന്താ പറയുന്നത്? ദശമഹാവിദ്യകൾ ആരൊക്കെയാണ്? ശ്രീ, കാളി, ബഗളാമുഖി, ലളിത, ധൂമാവതി, ഭൈരവി, മാതംഗി, ഭുവനേശ്വരി ച കമല, ശ്രീ, വജ്ര, വൈരോചനി, താര, പൂർവ മഹാപദേന കഥിത വിദ്യാ സ്വയം ശംഭുന, ലീലാരൂപമയീ ച ദേശ ദശയാ ബാലാതു മാം പാതുസ. ഏകയും സനാതനിയുമായിട്ടിരിക്കുന്ന സകല ലോകവിധാത്രിയായിരിക്കുന്ന ആദിപരാശക്തി ഭക്ത സംരക്ഷണത്തിനായിട്ട് വിവിധ നാമരൂപങ്ങളെ കൈക്കൊള്ളുന്നു. കലിയുഗത്തില് മാനവർക്ക് ശീഘ്രമായിരിക്കുന്ന ഒരു ഫലദായിനിയായിട്ട് നിലകൊള്ളുന്നത് ആരാണ്? ദേവിയാണ്. അപ്പൊ ദേവിയുടെ എണ്ണമറ്റ രൂപങ്ങളിൽ തന്ത്രശാസ്ത്രങ്ങളിൽ മുഖ്യ സ്ഥാനം കൽപ്പിച്ചിരിക്കുന്ന രൂപങ്ങളാണ് ദശമഹാവിദ്യകള്. അതാരൊക്കെയാണെന്ന് ചോദിച്ചാല് കാളി, താര, ഷോഡശി എന്ന് പറയുന്ന മഹാത്രിപുര സുന്ദരി. ഇത് രണ്ടും ഒന്നാണ്. ത്രിപുര സുന്ദരിയുടെ അടുത്ത തലമാണ് ഷോഡശി. ഭുവനേശ്വരി, ഭൈരവി, ചിന്നമസ്ത, ധൂമാവതി, ബഗളാമുഖി, മാതംഗി, കമലാത്മിക. ഇങ്ങനെയുള്ള ദേവിമാരാണ് ദശമഹാവിദ്യകൾ എന്ന പേരില് പ്രകീർത്തിക്കപ്പെടുന്നത്. അപ്പൊ ശാക്ത തന്ത്രങ്ങളുടെ സാരം പറഞ്ഞു തന്നാലും എന്ന് നാരദ മഹർഷിയുടെ അഭ്യർത്ഥന സ്വീകരിച്ച് സനത്കുമാര മഹർഷിയാണ് മഹാവിദ്യ ആരാധനകള് വിശദമാക്കുന്നത്. നമുക്കറിയാം, ശിവന്റെ മാനസപുത്രന്മാരാണ്, ദേവിയുടെയും മാനസപുത്രന്മാരാണ്. അവര് പ്രവൃത്തി മാർഗത്തിൽ നിന്ന് നിവൃത്തി മാർഗത്തിലേക്ക് പോയി എങ്ങനെയാണ് ഈ ശക്തിയെ ഉപാസിച്ചുകൊണ്ട് തങ്ങൾക്ക് നേടേണ്ടത് നേടണം എന്നുള്ള അറിവ് നേടിയത്. അപ്പോ ശിവൻ നേരിട്ട്, ദക്ഷിണാമൂർത്തി സ്വരൂപമായിരിക്കുന്ന ശിവൻ നേരിട്ട് അവർക്ക് കൊടുത്ത അറിവിനെയാണ് ആ അറിവാണ് നാരദ മഹർഷി ചോദിച്ചപ്പോ അതില് സനത്കുമാര മഹർഷി പറഞ്ഞു കൊടുക്കുന്നത്. അപ്പൊ എന്താണ് ഈ വിദ്യാ രഹസ്യം? ദശമഹാവിദ്യ, അവിടെ നമുക്ക് വിദ്യ എന്ന് പറയുന്നു. നമുക്ക് വേണ്ടത് അവിദ്യയല്ല. ഒരു മനുഷ്യന് തന്റെ ആ ഒരു മോക്ഷ പദവിയിൽ എത്തണമെങ്കിൽ എന്താ വേണ്ടത്? അവിദ്യയിൽ നിന്ന് വിദ്യയിലേക്ക് പോകണം എന്നാണ് നമ്മൾ ഇതുവരെ കേൾക്കുന്നത് അല്ലെ. അപ്പൊ എന്താണ് വിദ്യാ രഹസ്യം? വിദ്യ എന്താണ്? ഈ ശൈവ ആഗമങ്ങളില് എപ്രകാരമാണോ ഈ ശിവശക്തി സാമരസ്യ രൂപവുമായിട്ട്, അതായത് ശിവന് പ്രാധാന്യം നൽകുന്ന അതുപോലെ തന്നെ ശക്തിതന്ത്രത്തിലെ ദേവിക്ക് അഥവാ ശക്തിക്കാണ് പ്രാധാന്യം കൊടുക്കുന്നത്. കാരണം ശിവശക്തിമാരുടെ താതാത്മ്യത്തെ കുറിച്ച് ശിവദൃഷ്ടിയിലും ശാക്തേയ ദൃഷ്ടിയിലും പറയുന്നുണ്ട്. ശിവദൃഷ്ടിയിൽ എന്താണ് പറയണമെന്ന് ചോദിച്ചാൽ എന്താണ്? ന ശിവ ശക്തിരഹിതോ ന ശക്തിർ വ്യതിരേകിണി ശിവശക്തിസ്തഥാ ഭവാനിച്ഛയാ കർത്തു മീഹതേ ശക്തി ശക്തിമതോർഭേദ ശൈവേ ജാതുന വർണ്യത. ഇത് ശിവദൃഷ്ടിയാണ്. ശിവനില്ലാതെ ശക്തിയില്ല. രണ്ടുപേരും കൂടെ ചേർന്നിട്ടാണ് ഈ പ്രപഞ്ചം ഉണ്ടാകുന്നത്. അതുപോലെ തന്നെ ഉപാസനയിലും ഈ സഹകാരിത്വം നമുക്ക് കാണാൻ പറ്റും. അതായത് ശൈവ ഉപാസനയിൽ ശക്തിയെയും ശക്തി ഉപാസനയിൽ ശിവനെയും സ്വീകരിക്കാറുണ്ട്. കാരണം എന്താ? അവര് രണ്ടുപേരും ഒന്നാണ്. എന്തിനാണ്? ശൈവോപാസനയിൽ ശക്തിയില്ലാതെ ശിവനില്ല അല്ലെ. അപ്പൊ അതില് ശിവനെ സ്വീകരിക്കും, ശിവ ഉപാസനയിൽ ശക്തിയും സ്വീകരിക്കും. അപ്പോ അനേകം ഭാവങ്ങളില് പരാശക്തി ഉപാസിക്കപ്പെടുന്നുണ്ടെങ്കിലും അവയിൽ മുഖ്യമായിട്ടുള്ളത് ദശമഹാവിദ്യാ രൂപങ്ങൾ തന്നെയാണ്. അപ്പൊ മഹാമായ എന്ന് പറഞ്ഞാല് 2 വിധത്തിലാണ്. എന്തൊക്കെയാണ്? നമുക്കറിയാം, വിദ്യയും അവിദ്യയും അല്ലെ. വിദ്യാമായ, അവിദ്യാമായ, ഇതാണ് മഹാമായയുടെ ഭേദങ്ങള്. യാ മഹാമായ മുക്തിർ ഹേതുഭൂത സാ വിദ്യ. അപ്പൊ യാ മഹാമായ സംസാര ബന്ധു ഹേതുഭൂത സ അവിദ്യ. ഇങ്ങനെയാണ് പറയുന്നത്.
അതായത് മുക്തിക്ക് ഹേതുഭൂതമായതിനെ വിദ്യ എന്നും സംസാര ബന്ധനത്തിന് ഹേതുഭൂതമായത് അവിദ്യ. വളരെ ക്ലിയർ കട്ട് ഡിമാർക്കേഷൻ ആണ് തന്നിരിക്കുന്നത്. നമ്മുടെ സംസാരത്തെ നമ്മളെ കെട്ടിയിടുന്നത് അവിദ്യയും സംസാരത്തിൽ നിന്ന് മോചനം തരുന്നത് വിദ്യയും. അപ്പൊ മാർക്കണ്ഡേയ പുരാണം പറയുന്നു, സാവിദ്യ പരമാമുക്തിർ ഹേതുഭൂത സനാതനി സംസാര ബന്ധ ഹേതുശ്ച സൈവ സർവേശ്വരീശ്വരി. നമ്മളിത് ഒരുപാട് കേട്ടിട്ടുണ്ടല്ലേ, ദേവീ മഹാത്മ്യത്തിലും ഇത് വരുന്നുണ്ട്. അപ്പൊ വിദ്യയും അവിദ്യയും മായയാൽ ആവൃതമാണ്. അവിദ്യ മാത്രമല്ല മായ കൊണ്ട് ആവരണം ചെയ്യപ്പെട്ടിരിക്കുന്നത്, വിദ്യയും അങ്ങനെയാണ് എന്ന് പറയുന്നു. കാരണം കർമ്മബന്ധനം വരുത്തുന്നത് അവിദ്യയാണ്. കർമ്മബന്ധനത്തിന് കാരണമാകാത്തത് വിദ്യ. നമ്മളെ കർമ്മത്തിൽ കെട്ടിയിടുന്നത് അവിദ്യ, കർമ്മത്തിൽ നിന്ന് മുക്തി കൊടുക്കുന്നത് അവിദ്യ. പക്ഷെ ഈ പറയുന്ന വിദ്യയും മറഞ്ഞിരിക്കുകയാണ്. അതുകൊണ്ട് വിദ്യയെ നമ്മൾ എന്ത് ചെയ്യണം? സേവിക്കണം. അവിദ്യയെ ഒരിക്കലും സേവിക്കരുത്. ഇത് രണ്ടും മറഞ്ഞിരിക്കുകയാണ്. ഈ മായയുടെ ഒരു ചെറിയ വലയം കൊണ്ട് ഇത് രണ്ടും മറഞ്ഞിരിക്കുന്നു. പക്ഷെ നമ്മൾ സേവിക്കേണ്ടത് ആരെയാണ്? വിദ്യയാണ്. അവിദ്യയാൽ കർമ്മബന്ധവും കർമ്മബന്ധത്താൽ ജ്ഞാനനാശവും കർമ്മബന്ധത്താൽ ജ്ഞാനനാശമാണ് നമുക്കുണ്ടാകുന്നത്. കാരണം അവിദ്യ കൊണ്ട് നമുക്ക് എന്താ? കർമ്മത്തിൽ ബന്ധിക്കപ്പെടുന്നു, നമുക്ക് ജ്ഞാനം ഉണ്ടാകുന്നില്ല. അപ്പൊ ജ്ഞാനനാശത്തിന് ആ ജ്ഞാനനാശത്താൽ ഹാനിയാൽ സംഹാരവും ഉണ്ടാകുന്നു. അപ്പൊ സംഹാരത്താൽ ഘോരബന്ധനവും തദ്വാര നരകവും പ്രാപിക്കുന്നു. അപ്പൊ എന്താണ്? ഈ അവിദ്യ എന്ന് പറയുന്നത് നമുക്ക് കർമ്മബന്ധത്തിൽ പെടുത്താൻ പ്രധാന കാരണമാണ്. അവിടെ നമുക്ക് ജ്ഞാനം ഉണ്ടാകുന്നേ ഇല്ല. സംഹാരം എന്ന് പറഞ്ഞാൽ നമ്മുടെ അവസാനം. ഈ ശരീരത്തെ സംഹരിക്കുമ്പോൾ നമുക്ക് പിന്നെയും വീണ്ടും ബന്ധിക്കപ്പെട്ട ഓരോ ജീവനും ഈ പ്രപഞ്ചത്തിലേക്ക് വരേണ്ടി വരുന്നു. അങ്ങനെ അവർക്ക് ഈ അവിദ്യ ഉള്ളവർ എവിടെയാ പോകുന്നത്? നരകം. കാരണം ദുഃഖം, നരകം എന്ന് പറഞ്ഞാൽ ദുഃഖം എന്ന് മാത്രമേ അർത്ഥമുള്ളൂ. അത് പ്രാപിക്കണു. അതുകൊണ്ട് ബുദ്ധിമാനായ പുരുഷൻ ഒരിക്കലും അവിദ്യയെ സേവിക്കരുത്. അപ്പൊ ബുധന്മാരാൽ സദാ വിദ്യയെ, മഹാമായയാണ് സേവിക്കേണ്ടത്. ആ വിദ്യയായിരിക്കുന്ന മഹാമായ. രണ്ടും മഹാമായയാണ് അല്ലേ? അവിദ്യയെ മഹാമായയായിട്ട് പറയുന്നുണ്ട്, വിദ്യയെ മഹാമായയായിട്ട് പറയുന്നുണ്ട്. അപ്പോ നമ്മൾ എന്താ? യോ വിദ്യാമുപാസതേ സോവി തമ പ്രവിശന്തി. അപ്പൊ ഈ അവിദ്യയെ ഉപാസിക്കുന്നവര് തമസ്സിന്റെ ലോകത്തിലേക്ക് പ്രവേശിക്കപ്പെടുന്നു. അപ്പൊ എന്തുകൊണ്ടാണ് ഈ മുക്തി ഹേതുഭൂതിയായിരിക്കുന്ന ദേവി വിദ്യ എന്നറിയപ്പെടുന്നത്? എന്താണ് വിദ്യ? വിദ്യ എന്നതിന് വിദ്യന്തേനേതി എന്നാണ് എന്താ പറയുക, നിരുക്തം പറയുന്നത്. കാരണം ഇതിന് ഒരുപാട് ശാസ്ത്രങ്ങളിൽ നിന്ന് എടുത്തിട്ടുള്ള കാര്യങ്ങളാണ് ഇതിനകത്ത് ഓരോന്നും പറയുന്നത്. ഈ വിദ്യാശബ്ദം എന്ന് പറയുന്നത് ത്രയീ രൂപമാണെന്ന് പറയണു. കാരണം വേദാംഗങ്ങളിലും ഉപവേദങ്ങളിലും 18 വിദ്യകളും എല്ലാത്തിലും, ബ്രഹ്മവിദ്യയിലും ഒക്കെ അന്യശാസ്ത്രങ്ങളിലും ലോകത്തിലെ വിവിധ വിഷയങ്ങളെ കുറിച്ച് പറയുന്ന ജ്ഞാനസ്വരൂപമായ ക്രിയകളില് വ്യവഹരിച്ച് കാണപ്പെടുന്നു. ഈ വിദ്യ എന്ന് പറയുന്നത് ഇപ്പൊ നമ്മൾ അവിദ്യ എന്ന് പറയുന്ന ശാസ്ത്രങ്ങൾ, പുരാണങ്ങള്, ഈവൻ ഉപനിഷത്ത് പഠിക്കുന്നത് പോലും അവിദ്യയാണെന്നാണ് പറയുന്നത് അല്ലെ? അങ്ങനെയാണെങ്കിൽ പിന്നെ കാളി തുടങ്ങിയിട്ടുള്ള ആ ഒരു ദശശക്തികൾക്ക് വിദ്യ, അല്ലെങ്കിൽ അവർക്ക് അവരുടെ പേര് മഹാവിദ്യ, സിദ്ധവിദ്യ എന്നൊക്കെ എങ്ങനെയാണ് പ്രയോഗങ്ങൾ ചേരുന്നത്? ഇതൊരു ചോദ്യമാണ് അല്ലെ? കാരണം ഈ പറയുന്ന ശാസ്ത്രങ്ങളെ വേദങ്ങളും ഉപനിഷത്തുകളും എല്ലാം നമുക്ക് അവിദ്യയാണ് തരുന്നത്. പരാവിദ്യ ഒന്ന് മാത്രമേ ഉള്ളൂ എന്ന് പറയുന്നു. അപ്പൊ ഈ പറയുന്ന ഈ ശാസ്ത്രങ്ങളിലൊക്കെ വ്യവഹരിച്ച് നിൽക്കുന്ന മഹാവിദ്യ, സിദ്ധവിദ്യ, വിദ്യ, ഈ 3 എണ്ണം ഉണ്ട്. ഇവരെ നമ്മൾ എങ്ങനെയാണ് ഈ പ്രയോഗങ്ങൾ ചേരുന്നത്? അപ്പൊ ഇതിന് മറുപടിയായിട്ട് ആചാര്യന്മാര് പല ഗ്രന്ഥങ്ങളിലായിട്ട് പറയുന്നത് എന്താണെന്ന് നമ്മൾ നോക്കണം. കാരണം പ്രത്യേക പദാർത്ഥ സംബന്ധിയായിട്ടുള്ള വിദ്യകളെല്ലാം തന്നെ പരിമിതവും വിശ്വാന്തർഗതവും അപൂർണവുമാണ്. അപ്പൊ പൂർണ്ണമായിരിക്കുന്നത് വിശ്വവിദ്യയാണ്, അതാകട്ടെ മഹാവിദ്യയാണ്. അതുകൊണ്ട് തന്നെ വിരാട വിദ്യ എന്ന് അതിനെ പറയപ്പെടുന്നു. ഇത് ശക്തി രൂപമാണ്. ശക്തി 10 തരത്തിലാണ് ഇരിക്കുന്നത്. അതുകൊണ്ട് 10 ശക്തികളെയും മഹാവിദ്യ എന്നുള്ള പദവാക്യം കൊണ്ട് സൂചിപ്പിക്കുന്നു. ഇവിടെ മറ്റൊന്നുകൂടെ നമ്മൾ അറിയണം. എന്താണ്? ഈ വിദ്യകളെല്ലാം തന്നെ പുറത്തിരിക്കുന്ന നമ്മളിത് അറിയുന്നത് എപ്പോഴാ? നമ്മുടെ ശരീരത്തിനുള്ളിൽ ഇരിക്കുമ്പോഴാണ് അല്ലേ? അപ്പൊ ശരീരത്തിന്റെ ഉള്ളില് മൂലാധാരത്തില് സുഷുമ്നയുടെ അഗ്രഭാഗത്ത് ഇച്ഛാജ്ഞാന ക്രിയാസ്വരൂപത്തില് കോടി സൂര്യപ്രഭയോടുകൂടി സ്വയംഭൂലിംഗം സ്ഥിതി ചെയ്യുന്നു. അപ്പൊ അതിന്റെ ശിരോഭാഗത്ത് സാർദ്ധ ത്രിവലയാകാരത്തിൽ ചുറ്റപ്പെട്ട് രക്തവിഗ്രഹയായിട്ടും ദേവ്യാത്മികയായിട്ടും സുപ്തയായിട്ട്, അതായത് ഉറങ്ങിക്കൊണ്ട് കുണ്ടലിനി ശക്തി വിരാജിക്കുന്നു. അപ്പൊ മൂലാധാര നിവാസിനിയായിരിക്കുന്ന കുണ്ടലിനി ശക്തി എന്ന് പറയുന്നത്
മൂലാധാരം മുതൽ കേശമൂല വ്യാപിനിയാണ്. ശിരസ് വരെ അത് വ്യാപിച്ചു നിൽക്കുകയാണ്. അപ്പൊ മൂലാധാര നിവാസിനിയായ ആ ഒരു അതേ കുണ്ടലിനി ശക്തിയെ ഹൃദയസ്ഥാനത്തിൽ നമ്മൾ എന്തായിട്ടാ കാണുന്നത്? പ്രാണശക്തിയായിട്ടും, കണ്ഠസ്ഥാനത്ത് അതായത് വിശുദ്ധി സ്ഥാനത്ത് സ്വപ്ന നായികയായിട്ടും, ആ താലൂസ്ഥ സ്ഥാനത്ത് അതായത് ആ താലൂകം എന്ന് പറയുന്ന ആ ഭാഗത്ത്, അതായത് നമ്മളെ പാലറ്റ് ഏരിയ, അവിടെ നമ്മൾ സദാധാരയായിട്ടും, ബിന്ദു സ്ഥാനത്ത് ബിന്ദുമാലിനി എന്നുള്ള നാമത്തിലും പറയപ്പെടുന്നു. ഒരേ ശക്തി തന്നെ പല പല പേരുകളിൽ അറിയപ്പെടുന്നു. ഇവിടെയാണ് ഈ പറയുന്ന ബിന്ദു സ്ഥാനത്ത് അറിയപ്പെടുന്ന ബീജമാണ് ഹ്രീം ബീജം. അപ്പൊ പ്രണവത്തിന്റെ അതായത് പരയുടെ വാച്യസ്ഥാനം എന്നർത്ഥം. അപ്പൊ ഈ കുണ്ടലിനി ശക്തി ആജ്ഞാചക്രം തുടങ്ങി സ്വാധിഷ്ഠാന, മണിപൂരക, അനാഹത, വിശുദ്ധി ചക്രങ്ങളെ എല്ലാം ഉല്ലംഘിച്ചുകൊണ്ട് മുക്തിയെ പ്രദാനം ചെയ്യുന്നു എന്ന് നമ്മൾ പഠിക്കുന്നുണ്ട് അല്ലെ? അപ്പോഴാണ് പൂർണ്ണമായിരിക്കുന്ന മുക്തി കിട്ടുന്നത്. അപ്പൊ ഇത് തന്നെയാണ് ശബ്ദാത്മികയായിട്ടിരിക്കുന്ന, വാക്ശക്തിയായിട്ടിരിക്കുന്ന, നാദശക്തിയായിട്ടിരിക്കുന്ന, അതായത് പ്രാണശബ്ദം കൊണ്ടും ദേവി സർപ്പിണി രൂപത്തില് അല്ലെ, പെൺ പാമ്പിനെ പോലെ കുണ്ടലിനി രൂപത്തിൽ ചുറ്റിക്കിടക്കുന്നു എന്നാണ് നമ്മൾ പഠിക്കുന്നത്. ആ വ്യവഹരിക്കപ്പെടുന്നത് ഇത് തന്നെയാണ്. ഇവിടെ നിന്നാണ് ക്രമത്തില് പര, പശ്യന്തി, മധ്യമ, വൈഖരി രൂപത്തില് വർണ്ണങ്ങളുടെ ഉൽപ്പത്തി ഉണ്ടാകുന്നതും. നമുക്ക് ഓരോ എതളുകളിൽ നമുക്കറിയാം, മൂലാധാരത്തിൽ 4 അക്ഷരങ്ങള്, സ്വാധിഷ്ഠാനത്തിൽ 6, 10, 12, 16, 2. ഇങ്ങനെയാണ് വർണ്ണങ്ങളുടെ ഈ 51 വർണ്ണങ്ങള്, വർണ്ണാക്ഷരം, മാതൃകാ വർണ്ണരൂപിണിയാണ് അമ്മ. അപ്പൊ ഈ അക്ഷരങ്ങൾ എങ്ങനെയാ ഉണ്ടാകുന്നത്? ഈ വർണ്ണങ്ങളിൽ, അതായത് ഈ പരാപശ്യന്തി തുടങ്ങുന്ന ആ നാദത്തിന്റെ ഇതില് കൂടെ നാദം സഞ്ചരിക്കുമ്പോഴാണ് ഈ പറയുന്ന വർണ്ണങ്ങൾ ഉണ്ടാകുന്നത്. ഈ വർണ്ണങ്ങളിൽ നിന്നാണ് വേദാദി സമസ്ത വാക്മയവും ഭുവനവും ഉണ്ടായിരിക്കുന്നത്. ഈ 51 അക്ഷരങ്ങളിൽ, ഇത് വളരെ ശ്രദ്ധിച്ച് മനസ്സിലാക്കണം, 51 അക്ഷരങ്ങളിൽ നിന്നാണ് ഈ കാണപ്പെടുന്ന ദൃശ്യപ്രപഞ്ചം ഉണ്ടായിരിക്കുന്നത്. ഇത് ശ്രുതി പറയുന്നതാണ് അല്ലെ? വാക് ഏവ വിശ്വ ഭുവനാനി യജ്ഞേ. അപ്പൊ വാക്കാണ്, ശബ്ദമാണ് ഈ കാണപ്പെടുന്ന പ്രപഞ്ചത്തിന്റെ അടിസ്ഥാനം. കാണപ്പെടുന്നത് അത് തന്നെയാണ്. അപ്പൊ നമ്മൾ ശബ്ദവും എന്താ പറയുക, വാക്കും രൂപവും വളരെ വളരെ ഇമ്പോർട്ടന്റ് ആണ്. അത് ബന്ധപ്പെട്ട് കിടക്കുന്നു പറയണം. അപ്പൊ ഈ എന്താ പറയാ, അപ്പോ ഈ പറയുന്ന ഭൂമി, അതായത് നമ്മൾ ഈ ജഗത്തെന്ന് പറയുന്ന എല്ലാം തന്നെ ഈ പറയുന്ന 51 അക്ഷരമാണ്. മാതൃകാ വർണ്ണ രൂപിണിയാണ് അമ്മ. ആ ശക്തിയാണ് ഇതിന്റെ എല്ലാം തന്നെ അടിസ്ഥാനമായിട്ടിരിക്കുന്നത്. പക്ഷെ നോക്കുകയാണെങ്കിൽ എല്ലാ വിദ്യകൾക്കും മൂല കാരണം എന്താന്ന് ചോദിച്ചാൽ കുണ്ടലിനി എന്നൊക്കെ പറയും. അതാണ് ഈ ശക്തിയാണ് 10 തരത്തില് നമ്മൾ ഈ പറയുന്ന 10 രൂപം എടുത്ത് നിൽക്കുന്നത്, അങ്ങനെ വിഭജിച്ചിരിക്കുന്നത്. അപ്പൊ ഈ പ്രപഞ്ചത്തിലിരിക്കുന്ന കുണ്ടലിനി ശക്തി എന്താ പറയുന്നത്? ശിവന്റെ പ്രാണശക്തിയായിരിക്കുന്ന പ്രപഞ്ചത്തിലിരിക്കുന്ന ദേവിയെ ലളിതാ ത്രിപുര സുന്ദരി എന്നും, അത് തന്നെ നമ്മുടെ ശരീരത്തിൽ മൂലാധാരത്തിൽ വന്ന് സർപ്പിണി ആകാരം പൂണ്ട് കിടക്കുമ്പോൾ അതിനെ കുണ്ടലിനി ശക്തി എന്നും പറയണു. അതുകൊണ്ട് വിദ്യകളെ നമ്മൾ മഹാവിദ്യ എന്നും സിദ്ധ്യവിദ്യ എന്നും പ്രത്യേക ലോകത്തില് വ്യവഹരിക്കപ്പെടുന്നു. നമ്മള് തിരിച്ചിരിക്കുകയാണ് അങ്ങനെ. അപ്പൊ മറ്റൊരു തരത്തിൽ പറഞ്ഞ, സച്ചിദാനന്ദഖരമായിരിക്കുന്ന ശിവൻ പരബ്രഹ്മ രൂപത്തിൽ എന്തായിരിക്കുന്നത്? നിർഗുണനാണ് ഇല്ലേ? സഗുണനാണ്, നിഷ്കളനാണ്, സകലനാണ്. ഇത് രണ്ടുമാണെന്ന് പറയുന്നു. ഗുണമുണ്ട്, ഗുണമില്ല. കലകളുണ്ട്, കലകളില്ല. ഇത് രണ്ടും അദ്ദേഹത്തിന്റെ സച്ചിദാനന്ദ ഘനമായിരിക്കുന്ന രൂപമാണ്. ആ ഒന്നുമില്ലാത്തടത്ത് നിന്നാണ് അദ്ദേഹം നാമരൂപങ്ങൾ കൈക്കൊണ്ട് ഈ ശക്തിയുടെ പ്രേരണയാൽ പുറത്തേക്ക് വരുന്നത്. അപ്പൊ സച്ചിദാനന്ദമയനും വൈഭവശാലിയും എന്താ പറയാ, സകലത്തിൽ നിന്ന്, ആ ഒരു സകലത്തിൽ നിന്ന്, സകലം നിഷ്കലം എന്നൊക്കെ നമ്മൾ പറയില്ലേ, ആ സകലത്തിൽ നിന്നാണ് ശക്തിയുടെ പ്രാഗഡ്യം, ആ ഒരു പ്രഭവം സംഭവിക്കുന്നത്. അതിൽ നിന്ന് നാദത്തിൽ നിന്ന് ബിന്ദുവും പ്രകടമാകുന്നു. വളരെ ക്ലിയർ ആയിട്ട് പറയുന്നുണ്ട്. ശ്രീചക്രത്തിന്റെ ആ ഒരു പ്രഭവ സ്ഥാനമാണ് ഇവിടെ പറയുന്നത്. ഇവിടെ മനസ്സിലാക്കേണ്ടത്, ഈ ബിന്ദുവിന്റെ ആകാരം ഒരു ചണകത്തെ പോലെയാണ്. ചണകം അതിനെങ്ങനെയാ നമുക്ക് കാണാൻ പറ്റുക? അതിന്റെ ആ ഒരു വൽക്കലത്തിന്റെ ആവരണമാണ് ചണകം എന്ന് പറഞ്ഞാൽ അല്ലെ? അതിന്റെ ഉള്ളിൽ 2 ദളങ്ങളുണ്ട്. നമ്മുടെ ഭ്രൂമധ്യം എന്ന് പറയുന്നത് അങ്ങനെയാണ്. 2 ഇതളുകളുള്ള ഒരു വിരിഞ്ഞു വരുന്ന ഒരു എന്താ പറയാ, മൊട്ട അല്ലെങ്കിൽ ഒരു കടല നമ്മൾ വെള്ളത്തിലിട്ട് കുതിർത്താൽ അത് ഇങ്ങനെ എന്താ പറയാ, അതിനകത്തുനിന്ന് ഒരു അങ്കുരം വരുമ്പം അതെങ്ങനെയാണോ പുറത്തേക്ക്, അതിന്റെ പുറത്തെ ആവരണം പൊട്ടിയിട്ടില്ല, പക്ഷെ നമ്മൾ പൊട്ടിച്ച് നോക്കുകയാണെങ്കിൽ അതിനകത്ത് 2 എണ്ണം ഉണ്ട് അല്ലെ? പുറമേ കണ്ടാൽ എന്താണ്? അത് ഒന്നേ ഉള്ളൂ. അപ്പൊ ഉള്ളിലോ 2 ദളങ്ങളുണ്ട് ഇല്ലേ?
അത് ഒരുമിച്ച് ചണകം ഒന്നാണ്. നമുക്ക് അങ്ങനെ പറയാൻ പറ്റൂ. നമുക്ക് കാണുമ്പോ അങ്ങനെ തോന്നും. പക്ഷെ എന്നാൽ അത് ദ്വിദള രൂപമാണ്. ഇപ്രകാരം ഈ ബിന്ദുവിന്റെ മുകളില് മായയുടെ ഒരു ആവരണമുണ്ട്. ഉള്ളിലാണെങ്കിലോ ശിവശക്തി രൂപാത്മകമായിരിക്കുന്ന ഖണ്ഡദ്വയങ്ങളും ഉണ്ട്. ഇവിടെ ചണകത്തെ പോലെ ഈ ബിന്ദു ഒന്നാണെന്ന് നമുക്ക് തോന്നുന്നു. ഇപ്പൊ പ്രത്യേകമാണെങ്കിലും രണ്ട് ദളങ്ങളെ പോലെ ശിവശക്തികളുടെ പരസ്പരം യോഗത്താല് അഭിന്നമായിട്ട് സ്ഥിതി ചെയ്യുകയാണ്. ഇപ്രകാരം ബിന്ദു എന്താണ്? ശിവശക്തി ശിവശക്തിയാത്മകമാണ്. ഇതുപോലെ തന്നെയാണ് ശബ്ദബ്രഹ്മം എന്ന പേരിൽ അറിയപ്പെടുന്നത്. ഇതിൽ നിന്നാണ് ഈ പറയുന്ന നാമാത്മകമായിരിക്കുന്ന നാമരൂപ സൃഷ്ടി മുഴുവനും ഇവിടെ നിന്നാണ് ഉണ്ടാകുന്നത്. ഈ പ്രപഞ്ചം എന്ന് പറയുന്നത് എന്താ? നാമരൂപങ്ങളാണ് അല്ലേ? അപ്പൊ ഇവിടെ നിന്ന് ഈ പറഞ്ഞ ചെറിയ ഒരു ബിന്ദു, അത് ഈ ശിവശക്തി അതിനകത്ത് ഇരിക്കുന്നത് അവരുടെ സംയോഗം കൊണ്ടാണ് ഉണ്ടാകുന്നത്. മുമ്പ് പറഞ്ഞതായിട്ടുള്ള ബിന്ദുവിന്റെ ത്രിവിധ രൂപം എങ്ങനെയാണ്? കാലം കൊണ്ടുണ്ടാകുന്നതാണ്. അപ്പോ അത് തന്നെയാണ് ത്രിവിധത്തിലെ ശക്തി, ഉഭയം, സ്ഥൂലം, സൂക്ഷ്മം, പരം, ബിന്ദു, നാദ, ബീജരൂപം എന്നൊക്കെ നമ്മൾ വിളിക്കുന്നത്. അപ്പൊ ആ ബിന്ദുവിൽ നിന്ന് അവ്യക്ത സംജ്ഞാരൂപമായിരിക്കുന്ന ഒരു രവം, അതായത് ഒരു ശബ്ദം ഉണ്ടാകുന്നു. ആ രവമാണ് ശബ്ദബ്രഹ്മം എന്ന് വിളിക്കപ്പെടുന്നത്. ആദ്യത്തെ ശബ്ദത്തെ നമ്മൾ എന്താ പറയുന്നത്? പ്രണവം. പ്രകർഷേണ നവമായിരിക്കുന്ന ശബ്ദം. അതിൽ നിന്നാണ് സകല സൃഷ്ടികളും സംഭവിക്കുന്നത്. ഇപ്രകാരം നമ്മൾ നോക്കുകയാണെങ്കിൽ എല്ലാ വിദ്യകളും മൂലഹേതുവായിരുന്നു കൊണ്ട് ഈ ശക്തികൾക്ക് എല്ലാം തന്നെ മഹാവിദ്യത്വം ആചാര്യന്മാര് കൊടുത്തിരിക്കുകയാണ്. അപ്പൊ സച്ചിദാനന്ദ വിഭാവാത് സകലാത് പരമേശ്വരാത്, പരമേശ്വരനാണ് കൊടുത്തിരിക്കുന്നത്. ആചാര്യന്മാര് മാത്രമല്ല, ഈ എല്ലാ വിദ്യകളും എന്താ പറയാ, എവിടുന്നാ വന്നിരിക്കുന്നത്? ആ ആസീത് ശക്തി സ്തതോ നാദോ നാദാത് ബിന്ദു സമുദ്ഭവ. ശാരദാ തിലകത്തില് വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. ഈ പറയുന്ന ശക്തി, ആ ശക്തിയിൽ അവിടെ നിന്നാണ് നാദം, ആ ബിന്ദുവിൽ നിന്നാണ് നാദം വരുന്നത്. ഈ നാദത്തിൽ നിന്നാണ് ഈ കാണപ്പെടുന്ന എല്ലാ നാമരൂപ പ്രപഞ്ചങ്ങളും ഉണ്ടായിരിക്കുന്നത്. അപ്പൊ ഇങ്ങനെ നോക്കുകയാണെങ്കിൽ പ്രകൃതി എന്നറിയപ്പെടുന്ന ആദ്യാശക്തിയാണ് അല്ലെ നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട ശ്രീവിദ്യ മന്ത്രം. എന്താണ്? എല്ലാം ഈ മഹാവിദ്യയായിരിക്കുന്ന ശ്രീവിദ്യ എന്ന് പറയുമ്പോൾ സർവ ചൈതന്യ രൂപാം താം ആദ്യാം വിദ്യാഞ്ച ധീമഹി. ആ ആദ്യ വിദ്യയായിട്ടിരിക്കുന്ന ദേവിക്കായിക്കൊണ്ട് നമസ്കാരം. സർവ ചൈതന്യം, എല്ലാത്തിലും ശക്തി രൂപത്തിലിരിക്കുന്ന ദേവിക്ക്. ഇതിനെയാണ് നമ്മൾ ദേവി ഗായത്രി എന്ന് പറയുന്നത്. ബുദ്ധിം യാന, ഇത് ചിലതിൽ പറയും, നമ്മളിപ്പോ ഭുവനേശ്വരി ബീജം പറയുകയാണെങ്കിൽ ഹ്രീങ്കാര രൂപിണി ദേവി ബുദ്ധിം യാന പ്രചോദയാത്. ഇതാണ് ശരിക്കും പറഞ്ഞ ദേവി ഗായത്രി. അപ്പോ പ്രകൃതി എന്നറിയപ്പെടുന്നത് എന്താണ്? ഈ ആദ്യ ശക്തിയാണ് ഈ കാണപ്പെടുന്ന നാമരൂപമായിട്ടിരിക്കുന്നത്. സൃഷ്ടിക്ക് വേണ്ടി ആ ഒരു ഭർത്തൃരൂപത്തിലും മാനസികമായിട്ട് ശിവനെ കൽപ്പിച്ച് സ്വയം സ്ത്രീ രൂപമായിട്ടും സംയോഗ സ്ഥിതി ചെയ്യുന്നത് ആരാണ്? ഈ ഒരേ ഒരു ശക്തിയാണ്. അപ്പൊ ആ ശക്തിയുടെ സംയോഗം മൂലമാണ് കാലനായിരിക്കുന്ന ശിവനെ മഹാകാലൻ എന്ന് നമ്മൾ പറയുന്നത്. അപ്പൊ ആ ശക്തിയാണെങ്കിലോ നമ്മൾ എന്താ വിളിക്കുന്നത്? പരാവിദ്യ, ഇല്ലേ? അപ്പോ ശബ്ദബ്രഹ്മമയി, ചരാചരമയി, ജ്യോതിർമയി, വാഗ്മയി. അമ്മയുടെ പേരുകളാണ് ഇതെല്ലാം തന്നെ, അല്ലേ? ആ ഒരു എന്താ പറയാ, ശബ്ദബ്രഹ്മമയിയായിട്ട്, എല്ലാ ചരാചരങ്ങളായിട്ട്, ജ്യോതിർമയിയായിട്ട്, ഇല്ലേ? ആ പരാവിദ്യ തന്നെയാണ് ഇരിക്കുന്നത്. അപ്പൊ ജ്യോതിർമയിയായിട്ട് വാഗ്മയിയായിട്ട് ഇരിക്കുന്നു. അപ്പൊ രൂപാത്മകമായിരിക്കുന്ന ഈ ജഗത്ത് ഉണ്ടാകുന്നത് കാരണം എന്താ? ആ പരാശക്തി തന്നെയാണ് ഇതിന് കാരണം, ജഗത് കാരണം. അപ്പൊ മഹാവിദ്യയായിട്ട് സ്ഥിതി ചെയ്യുന്നതും ഈ ശക്തി തന്നെയാണ്. ആ മഹാവിദ്യ സ്വരൂപിണിയായിരിക്കുന്ന ശക്തിയാണ് നമ്മള് ആദ്യത്തെ മഹാവിദ്യയായിട്ടിരിക്കുന്ന കാളി എന്ന് വിക്ഷേപിച്ചിരിക്കുന്നത്. കാരണം നമ്മൾ ആ വിവക്ഷിച്ചിരിക്കുന്ന എന്താ? കാളി. നമ്മൾ ആദ്യത്തെ രൂപം കാണുന്നത് കാളിയെയാണ്. അത് കാളി തത്വമൊക്കെ നോക്കുമ്പോഴേ നമുക്ക് അതിന്റെ കൂടുതൽ അറിയാൻ പറ്റും. നമ്മളിപ്പോ ത്രിപുരസുന്ദരി ഭുവനേശ്വരി മാത്രമേ അറിയുന്നുള്ളൂ. അപ്പൊ ഇതില് ആദ്യ ശക്തിയാണ് നമ്മൾ കാളി എന്ന് പറയുന്നത്. പ്രകാരം ബിന്ദു വ്യാഖ്യാനത്തിലും മഹാവിദ്യയുടെ ഇവിടെ യോഗ്യമാണ്. കാരണം ആദ്യത്തെ ശക്തിയാണ് നമ്മൾ മഹാവിദ്യ എന്ന് പറയുന്നത്. അപ്പോ ഇനി ഏത് ശൈവ തന്ത്രം എടുത്തു നോക്കിയാലും ഈ ഏത് ഗ്രന്ഥത്തിലും ശിവൻ, ശക്തി, ബിന്ദു, ഈ ഒരു രത്നത്രയത്തെ നിരൂപിച്ചിട്ടുണ്ട്. ഈ 3 രത്നങ്ങളാണ് എല്ലാ തത്വത്തിനും മൂല കാരണം. എന്തൊക്കെയാണ്? ശിവൻ, ശക്തി, ബിന്ദു. അപ്പൊ ശിവൻ ശുദ്ധമായിരിക്കുന്ന ജഗത്തിന്റെ കർത്താവ്, ശക്തി കാരണം. എന്താണ്? ഈ ജഗത്ത് ഉണ്ടാവാൻ കാരണം ആരാണ്? ശക്തിയാണ്, അല്ലെ? ബിന്ദു എന്ന് പറഞ്ഞാല്
ഉപാദാനം. ശക്തിയുടെ ആഘാതം കൊണ്ട് ബിന്ദുവിൽ വിസ്ഫുരണം സംഭവിച്ച് അതിൽ നിന്ന് കലയുടെ ഉദയം ഉണ്ടാകുന്നു. ബിന്ദുവിന്റെ മറ്റൊരു പേരാണ് പരാനാദം. പരനാദം. അപ്പൊ ആ നാദാഖ്യ രൂപമുള്ള ബിന്ദുവിൽ നിന്ന് എന്താണ് നാദം, വർണ്ണങ്ങൾ എന്ന് പറഞ്ഞാൽ അക്ഷരങ്ങൾ എന്നർത്ഥം. അപ്പൊ നാദവും അക്ഷരങ്ങളും ക്രമമായിട്ടുണ്ടാകുന്നു. നമുക്കറിയാം ആ ഒരു എന്താ പറയാ വശിന്യാദി വാഗ്ദേവതകള്. വശിനി ദേവത എന്താണ്? ആ ഒരു 16 അക്ഷരങ്ങൾ, സ്വരാക്ഷരങ്ങളുടെ ആ തുടക്കം വശിനിയാണ്. 16 അക്ഷരങ്ങളും ശിവാക്ഷരങ്ങളും പിന്നെയുള്ള 36 അക്ഷരങ്ങളെ നമ്മൾ വ്യഞ്ജനാക്ഷരങ്ങൾ എന്നും പറയാറുണ്ട്. കായിക ഗായിക മുതൽ ഒരു ഷാസാഹ വരെയുള്ള അക്ഷരങ്ങൾ, 36 വ്യഞ്ജനാക്ഷരങ്ങളും 16 സ്വരാക്ഷരങ്ങളും ശിവനും ശക്തിയുമായിട്ട് ചേർന്ന് ഇവരുടെ പരസ്പര സംയോഗം മൂലമാണ് ഇവിടെ വാക്പ്രപഞ്ചം ഉണ്ടാകുന്നത്. ഒരക്ഷരമായിട്ട് നിന്ന് കഴിഞ്ഞാൽ നമുക്കൊന്നും കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റില്ല. ഇത് രണ്ടും കൂടെ ചേരുമ്പോഴാണ് വാക്കുണ്ടാകുന്നത്. അപ്പോ ഇത് എവിടുന്നാ വന്നത്? പരാനാദം എന്ന് പറയുന്ന ബിന്ദുവിൽ നിന്നാണ് ഇത് വന്നത്. അപ്പോ ഈ വാക് ബ്രഹ്മം, അതിനെയാണ് നമ്മൾ ശബ്ദബ്രഹ്മം, കുണ്ടലിനി, വിദ്യാശക്തി, പരാനാദം, മഹാമായ, വ്യോമ, അനാഹതം, പരാനാദം, ഇങ്ങനെ ഇതിന് പല പല പേരുകൾ കൊടുക്കാറുണ്ട്. ഈ ബിന്ദുവിന് ഈ അവസ്ഥാ ചതുഷ്ടയങ്ങളിൽ ഉണ്ട്. അതിനെയാണ് നമ്മൾ 4 അവസ്ഥകളാണ്. ഏതൊക്കെയാ? പര, പശ്യന്തി, മധ്യമ, വൈഖരി. മൂലാധാരത്തില് എന്താ പറയാ ഉറങ്ങിക്കിടക്കുന്ന ആ ശബ്ദം പര, ബിയോണ്ട്, അവിടെ നിന്നാണ് നാദത്തിന്റെ തുടക്കം. അത് മുകളിലേക്ക് വന്ന് പശ്യന്തിയായി, മധ്യമയായി, ചിന്തകളുടെ രൂപത്തിൽ ഹൃദയത്തിൽ വന്ന് ആ ഒരു വിശുദ്ധി ചക്രത്തിലൂടെ നാവിലൂടെ അത് ശിവനെ പോയി കണ്ടതിന് ശേഷം ഇതെല്ലാം വളരെ ക്വിക്ക്, ഫ്രാക്ഷൻ ഓഫ് സെക്കൻഡിൽ സംഭവിക്കുക. ഒരു ശബ്ദം പുറത്തു വരണമെങ്കിൽ ഒരു വലിയ പ്രോസസ്സാണ് അകത്ത് നടക്കുന്നത്. ആ പരാശബ്ദം അവിടെ നമുക്ക് പ്രാണവായു ചെന്ന് തട്ടി അവിടെ നിന്ന് നാദമുണ്ടായി അത് സുഷുമ്നയിൽ കൂടെ സഞ്ചരിച്ച് മുകളിലെത്തി ശിവനുമായിട്ട് സംയോഗം ചെയ്തതിന് ശേഷം നമ്മുടെ നാവിലൂടെ വൈഖരി എന്നുള്ള രീതിയിൽ പുറത്തു വരണം. അപ്പൊ ആ ഒരു ചില സ്ഥലങ്ങളിൽ കുണ്ടലിനിയെ ആധാരമാക്കി ശബ്ദോത്പത്തി, വർണ്ണോത്പത്തി എല്ലാം ഇതിനെ ആധാരപ്പെടുത്തിയാണ് പറയുന്നത്. അപ്പൊ ഇപ്രകാരമുള്ള ശക്തി അഥവാ കുണ്ടലി, കാളി തന്നെയാണ് സർവമൂലമായിരിക്കുന്ന മഹാവിദ്യ. അപ്പൊ ആദ്യത്തെ മഹാവിദ്യയാണ് പറയുന്നത് കാളി. അപ്പൊ ഈ ദശമഹാവിദ്യകളെ ഇനി ഈ ദശമഹാവിദ്യകൾ എങ്ങനെയാണ് വന്നത്? ഇതിനൊരു എന്താ പറയാ പരാമർശങ്ങള് നമ്മൾ ദേവി ഭാഗവതം, മഹാഭാഗവതം, ദേവി പുരാണത്തിലൊക്കെ ഉണ്ട്. അത് നമ്മളൊന്ന് അറിയണം. കാരണം ദേവി എന്തിനാ ഈ 10 രൂപം എടുത്തത്? എന്നാലേ നമുക്ക് ഇതിനെ കുറിച്ച് കൂടുതൽ പറയാൻ പറ്റുള്ളൂ. അപ്പൊ ദേവി പുരാണം വെച്ചിട്ടാണ് ഞാൻ ഇത് പറയുന്നത്. അതായത് ദേവി ഭാഗവതം. അപ്പൊ സതീദേവി ശ്രീ മഹാദേവന്റെ മുമ്പില് ദശമഹാവിദ്യാ സ്വരൂപങ്ങൾ കൈക്കൊണ്ടതിനെ കുറിച്ചാണ് ദേവി പുരാണത്തിന്റെ 8-ാം അധ്യായത്തില് സൂചന കൊടുത്തിട്ടുണ്ട്. നമുക്കറിയാം ദക്ഷ പ്രജാപതിയുടെ യാഗശാലയിലേക്ക് പുറപ്പെടാൻ ഒരുങ്ങിയ സതീദേവിയെ മഹാദേവൻ തടഞ്ഞുവെന്നും ശിവൻ പൂർവ്വ വൃത്താന്തങ്ങള് മറന്ന് ഇപ്രകാരം പ്രവർത്തിച്ചതിൽ കുപിതയായ സതീദേവി തന്റെ യഥാർത്ഥ സ്വരൂപം, അതായത് ആ ഒരു അനല സമാനമായിരിക്കുന്ന ഉഗ്രരൂപം കൈക്കൊണ്ട് എന്നും, അതായത് പരാശക്തി തന്റെ പത്നിയായിട്ട് ഭവിക്കണമെന്ന് മഹാദേവന്റെ അഭ്യർത്ഥന പ്രകാരമാണ് മഹാമായായിരിക്കുന്ന ദേവി സതീരൂപത്തിൽ അവതരിച്ചത് എന്ന് ദേവി പുരാണത്തിൽ പറയുന്നുണ്ട് ആദ്യം. കാരണം ദക്ഷന് തന്റെ പുത്രിയായിട്ട് സതി തന്നെ വേണം എന്ന് ഒരുപാട് കാലം തപസ് ചെയ്തു. എന്തിനാണ്? ആ സതിയെ ശിവന് വിവാഹം ചെയ്ത് കൊടുത്തെങ്കിൽ മാത്രമേ ശിവൻ തന്റെ മരുമകനായിട്ട് തനിക്ക് തന്റെ മുമ്പില് എന്താ പറയാ ആദരപൂർവ്വം നിൽക്കണം എന്നായിരുന്നു. ആ ഒരു ചെറിയ ഈഗോയാണ് ദക്ഷന്റെ ഉള്ളിലുണ്ടായിരുന്നത്. കാരണം എല്ലാരും ആദരിക്കുന്ന ശിവൻ, ആ ശിവൻ തന്റെ പുത്രിയായിരിക്കുന്ന സതിയെ വിവാഹം ചെയ്താൽ പിന്നെ തന്റെ അധീനത്തിലാണ് അല്ലെ, തന്നെ ബഹുമാനിക്കണം. അങ്ങനെയുള്ള അതാണ് ദക്ഷ യാഗം ഇല്ലാതാവാൻ കാരണം. അവിടെയും ഒരു സെൽഫിഷ് ആയിട്ടുള്ള ഒരു പ്രവൃത്തിയാണ് ദക്ഷൻ ചെയ്തത്. അപ്പൊ ദക്ഷന്റെ ആഗ്രഹപ്രകാരം ശിവനാണ് സതീദേവിയുടെ അടുത്ത് എന്താ പറയാ ദാക്ഷായണിയായിട്ട്, ദക്ഷപുത്രിയായിട്ട് എന്താ പറയാ ജനിക്കാൻ അനുവദിക്കുന്നത്. അപ്പോ ഇതെല്ലാം മറന്നിട്ട് വിളിക്കാതിരിക്കുന്ന ഒരു ദക്ഷയാഗത്തിന് ദേവി പോകാനായിട്ട് ഇറങ്ങിയപ്പോ, ശിവനെ വിളിക്കാത്ത ഒരു സ്ഥലത്ത് പോകാനായിട്ട് ഇറങ്ങിയപ്പോ നാച്ചുറലി ശിവന് കോപം ഉണ്ടായി അല്ലെ. ആ ഒരുങ്ങിയ സതീദേവി എന്ത് പറഞ്ഞു? മഹാദേവൻ പറഞ്ഞു, പൂർവ്വ വൃത്താന്തങ്ങളെല്ലാം പറഞ്ഞു, ഇങ്ങനെയൊക്കെയാണ് കാര്യങ്ങള്, പോവരുത്, നമ്മൾ ക്ഷണിക്കാത്തടത്ത് പോയാൽ അപമാനിക്കപ്പെടും എന്നുള്ള സത്യത്തെ അദ്ദേഹം പറഞ്ഞപ്പോ ദേവിക്ക് എന്ത് വന്നു? പെട്ടെന്ന് ഉഗ്രമായിട്ടുള്ള കോപം ഉണ്ടായി. അപ്പൊ ദേവിയുടെ ആ ഉഗ്ര രൂപം കണ്ട് ശിവൻ ഭയന്ന് പലായനം ചെയ്യാൻ ഉദ്യമിച്ചു എന്നും ഇത് കണ്ട ദേവി ഭയാന്വിതയായിരിക്കുന്ന പതിയെ തടഞ്ഞുകൊണ്ട്
ആ തടഞ്ഞു നിർത്തിക്കൊണ്ട് 10 രൂപങ്ങൾ സ്വീകരിച്ചു. 8 ദിക്ക്, മുകളിലും താഴെയുമായിട്ട് 10 ദിക്കിലും നിലകൊണ്ടു. എവിടെ തിരിഞ്ഞാലും ദേവിയുടെ സ്വരൂപം മാത്രം കാണാനേ പറ്റുള്ളൂ. അത് കണ്ട മഹാദേവൻ കണ്ണടച്ചിട്ട് ഇരുന്നു എന്നാ പറയുന്നത്. കുറച്ച് ഭയം ഉള്ളിൽ തോന്നി. എന്താണ് അമ്മ ഇങ്ങനെ പ്രവർത്തിക്കുന്നത്? തന്റെ ഭാര്യയായിരിക്കുന്ന സതീദേവി തന്നെയാണോ ഇതെന്ന് അദ്ദേഹത്തിന് സംശയം തോന്നി. പിന്നെ പതുക്കെ കണ്ണു തുറന്നു. ശിവൻ എന്താ ആദ്യം കണ്ടത്? ശ്യാമവർണ്ണ രൂപത്തില് ചതുർഭുജയും ദിഗംബരയുമായിട്ട് കോടി സൂര്യ തേജസ്സോടെ വിളങ്ങുന്ന ദേവിയെ അദ്ദേഹം കണ്ടു. ശ്യാമവർണ്ണമായിരുന്ന ആ ദേവിയോട് മഹാദേവൻ ചോദിച്ചു, ഈ ശ്യാമവർണ്ണമായിരിക്കുന്ന അവിടുന്ന് ആരാണ്? അല്ലെ, എന്റെ പ്രാണപ്രിയായിരിക്കുന്ന സതീദേവി എവിടെ പോയി എന്ന് ചോദിച്ചു. ഇത് കേട്ട് ദേവി പറയാണ്, അല്ലയോ മഹാദേവ, മുന്നിൽ നിലകൊള്ളുന്ന സതിയായിരിക്കുന്ന എന്നെ അവിടുന്ന് കാണുന്നില്ലേ? കാളി, താര, ലോകേശിയായിരിക്കുന്ന കമല, ഭുവനേശ്വരി, ചിന്നമസ്ത, ഷോഡശി, ത്രിപുരസുന്ദരി, ബഗളാമുഖി, ധൂമാവതി, മാതങ്കി, ഇങ്ങനെയാണ് ഈ ദേവിമാരുടെ നാമങ്ങള്. അപ്പോ ശിവൻ പറഞ്ഞു, അപ്പൊ അല്ലയോ അമ്മേ, ജഗദ്ധാത്രിയായിരിക്കുന്ന ദേവി, അവിടുന്ന് എന്നില് പ്രസന്നയാണെങ്കിൽ ഈ ഏത് ദേവി, ഏത് നാമമാണ്? ഈ ദേവി എന്തിനാണ് ഇങ്ങനെ 10ആയിട്ട് മാറിയത്? ഇതിന്റെ മഹിമ എന്താണ് എന്ന് ശിവൻ അഭ്യർത്ഥിക്കുകയാണ് ദേവിയോട്. ഇത് എനിക്ക് പറഞ്ഞു തരൂ, എനിക്ക് കണ്ടിട്ട് മനസ്സിലാവുന്നില്ല. എല്ലാം അറിയുന്ന ഭഗവാനാണ് ഇത് ചോദിക്കുന്നത്. ഈ ചോദിക്കുന്നത് എന്തിനാണ്? ഈ അറിവ് ഭൂമിയിൽ ഉണ്ടാകണം. കാരണം ഒന്നിൽ നിന്നാണ് ദേവിയുടെ 10 രൂപങ്ങൾ ഉണ്ടായിരിക്കുന്നത്. അപ്പോ ശിവൻ ചോദിക്കുന്ന ഈ ആഗമ നിഗമങ്ങളിലൂടെയാണ് തന്ത്രശാസ്ത്ര രഹസ്യങ്ങളെല്ലാം തന്നെ ഭൂമിയിൽ എത്തിച്ചേർന്നതും ഈ ഋഷിമുനിമാർക്ക് ദേവിയെ പല ഭാവത്തിൽ ഉപാസിക്കാനും സാധിക്കുന്നത്. അപ്പോ അദ്ദേഹം ചോദിച്ചു, അമ്മേ എനിക്ക് പറഞ്ഞു തരൂ. ഭാര്യയാണെന്ന് പോലും മനസ്സിലായില്ല. കാരണം എന്താ? 10 രൂപങ്ങൾ എടുത്ത് നിൽക്കുകയാണ്. അപ്പൊ ഇതെനിക്കൊന്ന് പറഞ്ഞു തരൂ എന്ന് പറയാണ്. അപ്പൊ ദേവി പറഞ്ഞു, കൃഷ്ണവർണ്ണമായിട്ട് ഭയാനകമായിരിക്കുന്ന നേത്രങ്ങളോടുകൂടി അങ്ങയുടെ സമീപത്ത് നിൽക്കുന്ന ഞാൻ, അതായത് എന്നിൽ നിന്നാണ് ഇതെല്ലാം ഉണ്ടായതെന്ന് പറയണം. അപ്പൊ ഈ ഞാൻ ആരാണ്? ആ ആളിന്റെ പേരാണ് കാളി. അപ്പൊ ശ്യാമവർണ്ണത്തോടെ അങ്ങയുടെ ഉപരിഭാഗത്ത് വിരാജിക്കുന്നത് മഹാകാല സ്വരൂപിണിയും മഹാവിദ്യയുമായിരിക്കുന്ന ഭഗവതി താരയാണ്. അങ്ങയുടെ വലതുഭാഗത്ത് നിൽക്കുന്നത് ഭയദായിനിയായിട്ടും മസ്തകവിഹീനയുമായിട്ട് വിരാജിക്കുന്നത് മഹാവിദ്യയായിരിക്കുന്ന ചിന്നമസ്തയാണ്. മസ്തകവിഹീന എന്ന് പറഞ്ഞാൽ തലയില്ലാതെ നിൽക്കുന്നത്. വാമഭാഗത്ത് നിലകൊള്ളുന്നത് ഭുവനേശ്വരി ദേവിയാണ്. പിന്നിൽ നിൽക്കുന്നത് ശത്രുനാശിനിയായിരിക്കുന്ന ബഗളയാണ്. അഗ്നികോണില് വിധവയായിട്ട് ആ വിധവാ സ്വരൂപത്തിൽ വിരാജിക്കുന്നത് ധൂമാവതിയാണ്. നിര്യതി കോണിൽ നിൽക്കുന്നത് ഭഗവതി ത്രിപുര സുന്ദരിയാണ്. വായുകോണിൽ നിൽക്കുന്നത് മാതംഗ കന്യായിരിക്കുന്ന മഹാവിദ്യ മാതംഗി ദേവിയാണ്. ഈശാന കോണിൽ മഹാവിദ്യയായിരിക്കുന്ന ഷോഡശി വിരാജിക്കുന്നു. അപ്പൊ ഞാൻ ഭീമമായ ആ ഒരു ഭീമയായ ഭൈരവിയാണ്. എന്നെ ഇപ്പൊ കാണുമ്പോ അങ്ങേക്ക് എന്താ തോന്നുന്നത്? ഞാൻ ഭൈരവിയാണ്, ത്രിപുര ഭൈരവിയാണ്. ഇവിടെ ദശമഹാവിദ്യകളുടെ വർണ്ണനയ്ക്ക് കമലാത്മിക ഉൾപ്പെടുത്തുന്നില്ല. കാരണം എന്തെന്ന് വെച്ചാൽ കമലാത്മിക ഇല്ല. ത്രിപുര സുന്ദരിയും ഷോഡശിയും ഉൾപ്പെടുത്തി പറഞ്ഞത് കൊണ്ടാണ് ഇവിടെ എന്താ പറയാ ആ കമലാത്മികയെ പറയാത്തത്. കാരണം ഇതെല്ലാം ഒരേ ശക്തിയുടെ ഭാവങ്ങൾ തന്നെയാണ്. അപ്പോ അല്ലയോ ശംഭോ, അങ്ങ് ഭീതനാവരുത്. ഈ മൂർത്തികള്, ഈ മൂർത്തികൾ ഭഗവതിയുടെ അന്യമൂർത്തികളെക്കാൾ ഉത്കൃഷ്ടരാണ്. അപ്പൊ ഇതാണ് നമ്മൾ അവിടെ പ്രധാനം നോക്കേണ്ടത്. ഈ 10 വിദ്യകളെ സാധാരണ വിദ്യകളെന്നല്ല പറയുന്നത്. എന്താ പറയുന്നത്? മഹാവിദ്യകളാണ്. മഹാ എന്നുള്ള ഒരു ഒറ്റ വാക്ക്, മഹാ, അഹം എന്നുള്ള ബോധത്തെ ഇല്ലാതാക്കിക്കൊണ്ട് മഹത്തായിരിക്കുന്ന സത്യത്തിലേക്ക് നയിക്കുന്ന വിദ്യകളെയാണ് നമ്മൾ മഹാവിദ്യ എന്ന് പറയുന്നത്. അപ്പൊ നിത്യവും ഭക്തിയോടെ ഭജിക്കുന്നവർക്ക് ധർമ്മ അർത്ഥ കാമ മോക്ഷങ്ങളും സകലാഭീഷ്ടങ്ങളും ഈ ദേവികള് നൽകുന്നു. ഇവരുടെ കൃപയാല് മാരണം, ഉച്ചാടനം, ക്ഷോഭണം, മോഹനം, ദ്രാവണം, വശീകരണം, സ്തംഭനം, വിദ്വേഷണം തുടങ്ങിയ എല്ലാം സിദ്ധമാകുന്നതാണ്. ഈ മഹാവിദ്യകള് സദാ ഗോപനീയരാണ്. അവരെ ഒരിക്കലും അന്യർക്ക് പ്രകാശിപ്പിച്ചു കൊടുക്കരുത്. ഇത് ഉപാസനാമൂർത്തികളാണ്. ഇവരെ അറിയാൻ താല്പര്യപ്പെട്ട് ദേവീ ഉപാസനയിൽ ഏർപ്പെട്ടിരിക്കുന്നവർക്ക് മാത്രമേ ഇവരെ കുറിച്ച് പറഞ്ഞു കൊടുക്കാവൂ. മഹേശ്വര, ഈ ദേവിമാരുടെ മന്ത്രം, യന്ത്രം, പൂജ, ഹോമവിധി, പുരസ്ചരണവിധി, സ്തോത്രം, കവചം, സാധകര് എന്തൊക്കെയാണ് ആചരിക്കേണ്ടത്, നിയമം എല്ലാം തന്നെ എന്താ പറയാ അതിന്റെ വർണ്ണനം അങ്ങ് തന്നെ നിർവഹിക്കണം. കാരണം ഞാനിത് പറഞ്ഞു തരാം, അങ്ങ് തന്നെയാണ് ഇത് ലോകത്തിന് പറഞ്ഞു കൊടുക്കേണ്ടത്. കാരണം ഈ വിഷയത്തിൽ അങ്ങയേക്കാൾ ശ്രേഷ്ഠനായിട്ടുള്ളൊരു വക്താവില്ല. ശ്രീവിദ്യയുടെ ആദ്യ 12 ഗുരുക്കന്മാരിൽ ഒരാളാണ് ശിവൻ, അല്ലെ? അപ്പൊ ശിവൻ ഉപാസിച്ച ശ്രീവിദ്യയാണ് ഈ പറയുന്ന ദശമഹാവിദ്യകളെ എല്ലാം ചേർന്ന ഒരു ശ്രീവിദ്യയാണ്
ആ മഹാദേവനെ ഉപാസിച്ചത്. അപ്പൊ അങ്ങാൽ പറയപ്പെടുന്ന ഉപദേശങ്ങള് ആഗമശാസ്ത്രങ്ങൾ എന്നുള്ള പേരില് ഈ ലോകത്തറിയപ്പെടും. അത് ഓരോ വ്യക്തിക്കും തന്റെ അഹത്തെ, തന്റെ ശരീരബോധത്തെ അതിക്രമിച്ചുകൊണ്ട് ഈ വിദ്യകളിൽ, ഈ 10 വിദ്യകൾ ഞാൻ പറഞ്ഞ എന്റെ ഈ 10 രൂപത്തിൽ ഏതെങ്കിലും ഒന്നിനെ ഉപാസിച്ചാല് അവർക്ക് അഹംബോധത്തെ ഇല്ലാതാക്കി അവർക്ക് മഹത്തായിരിക്കുന്ന മോക്ഷവിദ്യ കരഗതമാകും. അങ്ങ് തന്നെ ഇത് ലോകത്തിന് സംഭാവന ചെയ്യണമെന്ന് ദേവി തന്നെ ശിവനോട് പറയാണ്. ആഗമവും വേദവും എന്റെ ഇരു കരങ്ങളാണ്. വേദം എന്ന് പറഞ്ഞ വേദവും തന്ത്രവും രണ്ടല്ല. കാരണം ഇന്ന് എല്ലാ ക്ഷേത്രങ്ങളിലും വേദമന്ത്രങ്ങളും തന്ത്രശാസ്ത്രവും ഉപയോഗിച്ചാണ് പൂജകൾ നടത്തുക. അപ്പൊ ആഗമവും വേദവും ദേവി പറയണു എന്റെ ഇരു കരങ്ങളാണ്. ഈ കരങ്ങളിലാണ് ഞാൻ സ്ഥാവര ജംഗമങ്ങളായിരിക്കുന്ന സമസ്ത ജഗത്തിനെയും ധാരണം ചെയ്യുന്നത്. ഏതൊരു മൂർഖനാണോ മോഹവശനായിട്ട് ആഗമ നിഗമങ്ങളെ ഉല്ലംഘിക്കുന്നുവോ അവൻ എന്റെ കയ്യിൽ നിന്നും ച്യുതനായി അധപ്പതിക്കുന്നു. കാരണം അവന് ച്യുതി സംഭവിക്കുന്നു, അധപ്പതനം സംഭവിക്കുന്നു. ഇതില് സംശയമില്ല. അവ ശ്രേയസിന് ഹേതുവാണ്. കാരണം എന്താ, ഈ വിദ്യകളിൽ ഇത് രണ്ടും, വേദവും ആഗമവും രണ്ടും അവനവന്റെ ശ്രേയസിന് കാരണമാണ്, ഹേതുവാണ്. അത് അത്യന്തം എന്താ പറയുക, ദുർഘടമാണ്, ദുരൂഹമാണ്. വിദ്വാൻമാർക്ക് പോലും കഠിന പ്രയത്നം ലഭിക്കുന്നതും ആദ്യ അന്തമില്ലാത്തതുമാണ്. ഏതൊരുവനാണോ ആഗമങ്ങളെയോ വേദങ്ങളെയോ ഉല്ലംഘിച്ച് അന്യ ആചരണം ചെയ്യുന്നുവോ അവനെ ഉദ്ധരിക്കുന്നതിൽ ഞാൻ എല്ലായ്പ്പോഴും അശക്തയാണ്. ദേവിക്ക് പോലും ഈ ഉപാസനയൊന്നും ഇല്ലാത്തവരെ ഉദ്ധരിക്കാൻ പറ്റില്ല എന്ന് പറയാണ്. ഇതിൽ ഏതെങ്കിലും ഒരു ഭാവത്തെ, ഈശ്വര ഉപാസന കൂടാതെ നമുക്ക് ഒരിക്കലും മോക്ഷത്തില് ചേരാൻ പറ്റില്ല. ഈ ആചരണങ്ങൾ ഒന്നും ചെയ്യാത്തവരെ ഉദ്ധരിക്കാൻ എന്താ ദേവി പറയുന്നു, എനിക്ക് പോലും സാധ്യമല്ല, അമ്മയ്ക്ക് പറ്റില്ല. കാരണം അവർ ഈ ജനന മൃതി സാഗരത്തിൽ ജനിച്ചും മരിച്ചും, ജനിച്ചും ഗർഭസ്ഥനായ ഭുവി ജനിച്ചും മരിച്ചും, അതുപോലെ ഗർഭപാത്രങ്ങളിലെ വാസം അവര് നിർബന്ധമായിട്ടും ചെയ്യേണ്ടിയിരിക്കണു. കാരണം ഇതിൽ ഏതെങ്കിലും ഒരെണ്ണം, എപ്പോഴെങ്കിലും ആ ജീവന് ആ ഒരു മോക്ഷ ആഗ്രഹം വരുമ്പോ എപ്പോഴെങ്കിലും ഇത് ഏതെങ്കിലും ഒരു മഹാവിദ്യ അല്ലെങ്കിൽ ഇതിൽ ഏതെങ്കിലും ഒരു ഭാവത്തെ ഉപാസിച്ചാൽ ഉറപ്പായിട്ടും അവൻ ഈ സംസാര സാഗരത്തെ കടന്നു പോകും. ഈ ആഗമ നിഗമങ്ങളുടെ ഏകത്വം വിവേചിച്ചറിഞ്ഞ് ബുദ്ധിമാനായിരിക്കുന്ന മനുഷ്യൻ എന്ത് വേണം? ധർമ്മം ആചരിക്കണം. അജ്ഞാനവശനായിട്ട് ഇവ തമ്മിൽ ഒരിക്കലും അഭേദം കൽപ്പിക്കരുത്. ഈ മഹാവിദ്യയുടെ സാധകൻ ലോകത്തിലെ വൈഷ്ണവനായിട്ട് മാനിക്കപ്പെടും. വൈഷ്ണവൻ അല്ലെ? ഇപ്പൊ വിഷ്ണു വേറെയാണ്. കാരണം ഈ വൈഷ്ണവനായിട്ട്, കാരണം ദേവിയെ ഉപാസിക്കുന്ന ഒരാള് പുറമേ കണ്ടാൽ വൈഷ്ണവനായിരിക്കും, അവൻ സഭാമധ്യത്തിൽ എന്തായിരിക്കും? ശൈവനായിരിക്കും. എന്നാൽ ഉള്ളില് ശാക്തേയനായിരിക്കും. കാരണം ഇതൊന്നും വേറെയല്ല. കാരണം ഇതിന് അഭേദം കൽപ്പിക്കരുതെന്ന് അമ്മ തന്നെ പറയാണ്. ഈ ലോകത്തില് എല്ലാവരാലും അവൻ മാനിക്കപ്പെടും. എന്നിൽ സമർപ്പിതമായിട്ടുള്ള അന്ധകരണത്തോട് കൂടിയവനായിട്ട് അവൻ മാറും. ഏതൊരു വിഷ്ണു ഉപാസകനും ദേവി ഉപാസകനാണ്. അതുകൊണ്ടാണ് വിഷ്ണുവും ദേവിയും രണ്ടല്ല എന്ന് പറയുന്നത്. ഒരു കാലത്ത് അനേക ജന്മങ്ങളിൽ വിഷ്ണുവിനെ ഉപാസിച്ച ഒരു വ്യക്തി ഉറപ്പായിട്ടും ദേവിയെ ഉപാസിച്ചുകൊണ്ടിരുന്നത്, വിഷ്ണുവിനെ അല്ല. വിഷ്ണു എന്നുള്ളത് വെറും ഒരു നാമം മാത്രമാണ്. ആ വൈഷ്ണവൻ എന്നുള്ള ഒരു പേര് മാത്രമാണ്. ഉള്ളിൽ ആരാണ്? ശാക്തേയനാണ്. അപ്പോ ആ ഒരു സ്വയം ഗുരുവിൽ നിന്ന് കിട്ടുന്ന മന്ത്രം, യന്ത്രം, കവചം എന്നിവയെ എല്ലായ്പ്പോഴും രഹസ്യമാക്കി വെക്കണം. അവയെ ഒരിക്കലും ഒരിടത്തും പ്രകാശിപ്പിക്കരുത്. പ്രകാശിപ്പിച്ചാൽ എന്ത് പറയും? സിദ്ധിഹാനി സംഭവിക്കും. നമ്മൾ എന്തൊക്കെയാണോ നേടിയത്, ഇപ്പൊ ഒരു ഗുരുവിന് ശിഷ്യരോട് പറഞ്ഞു കൊടുക്കാം. പക്ഷെ നമുക്ക് കിട്ടിയത് ഇത് അറിഞ്ഞുകൂടാത്തവരുടെ മുമ്പിൽ പറഞ്ഞാൽ അവനവൻ ഉണ്ടാക്കിയതെല്ലാം തന്നെ അവന് നഷ്ടപ്പെട്ടു പോകും. ഇതിനാണ് സിദ്ധിഹാനി. അശുഭം സംഭവിക്കും. ഒരിക്കലും നമ്മുടെ ഉപാസന വിവരങ്ങള് ഉപാസന ഇല്ലാത്ത ഒരാളോട് പറയരുത്. അതുകൊണ്ട് ഉത്തമ സാധകൻ പ്രയത്നപൂർവം അവ ഗോപ്യമാക്കി സൂക്ഷിക്കണം. മഹാദേവ, അങ്ങയാൽ ചെയ്യപ്പെട്ട കർമ്മം ഞാൻ അങ്ങയോട് പറഞ്ഞു, അങ്ങ് ഇത് ചെയ്യണം. കാരണം ഞാൻ അങ്ങയുടെ പ്രിയതമയാണ്, അങ്ങ് എന്റെ പ്രിയതമനുമാണ്. അപ്പൊ പിതാവായിരിക്കുന്ന ദക്ഷ പ്രജാപതിയുടെ ദർപ്പം, ആ അദ്ദേഹത്തെ അഹങ്കാരത്തെ ശമിപ്പിക്കാൻ ഞാൻ പോവാണ്. അങ്ങ് അവിടേക്ക് പോകുന്നില്ലെങ്കിൽ എനിക്ക് പോകാൻ അനുമതി നൽകിയാലും, അങ്ങ് അനുവാദം നൽകുകയാണെങ്കിൽ ദക്ഷ പ്രജാപതിയുടെ യജ്ഞത്തെ നശിപ്പിക്കാൻ ഞാൻ ഇതാ പുറപ്പെടുന്നു എന്ന് പറയാണ്. ദേവിയുടെ വാക്കുകൾ കേട്ട് വളരെ ഭീതനായിട്ട് നിൽക്കുകയായിരുന്നു ശംഭു, അല്ലെ? ആ ഒരു എന്താ പറയാ, വളരെ ശക്തമായിട്ട്, വളരെ ഭീമാകാരത്തില് എല്ലായിടവും നിറഞ്ഞു നിൽക്കുന്ന ആ കാളിയോട് അദ്ദേഹം പറയാണ്, ശിവൻ പറയാണ്, ദേവി, ഞാൻ ഭഗവതിയെ, ആ ഭവതിയെ, ആ ഒരു പരമേശാനിയും പൂർണ്ണയും ഉത്തമ പ്രകൃതിയുമായിട്ട് അറിഞ്ഞു കഴിഞ്ഞു. അമ്മ
ആ ദേവി തന്നെ എനിക്ക് ഈ അറിവ് തന്നു കഴിഞ്ഞു. യജ്ഞത്തിന് പോകുന്നതിനെ തടഞ്ഞ്, അത് അജ്ഞാനം മൂലമായിരുന്നു. കാരണം എവിടെയാണോ അധർമ്മം നടക്കുന്നത് തീർച്ചയായിട്ടും ദേവീ ശക്തി അവിടെ പോയി അതിനെ ഇല്ലാതാക്കിയിരിക്കും. അത് ദക്ഷന്റെ യജ്ഞം അധർമ്മമാണ്. ശിവനെ ക്ഷണിക്കാത്ത ഒരു യജ്ഞം പൂർണ്ണമല്ല. അവിടെ ത്രിമൂർത്തികളിലെ ശിവനാണ് ഹവിസ്സ് സ്വീകരിക്കേണ്ട ആള്. അപ്പൊ അദ്ദേഹത്തെ ഒഴിവാക്കിക്കൊണ്ട് ദക്ഷൻ തന്റെ അഹങ്കാരത്തെ പ്രകടിപ്പിക്കാൻ ചെയ്ത യാഗം അപൂർണമായിട്ട് തന്നെ അവസാനിക്കട്ടെ. ഞാൻ അറിയാതെ പറഞ്ഞു പോയതാണ്, എന്നോട് ക്ഷമിച്ചാലും എന്ന് പറയുകയാണ് ഭഗവാൻ. അപ്പൊ അവിടുന്ന് ആദ്യമായിട്ടുള്ള പരമവിദ്യയാണ്. സർവ പ്രാണികളിലും വിരാജിക്കുന്നവളും സ്വതന്ത്രയും പരമശക്തിയുമാണെന്ന് ഞാനിത് അറിയണു. അതുകൊണ്ട് ഭഗവതിയെ തടയാൻ ആർക്കും കഴിയില്ല. ആ ദക്ഷയജ്ഞ വിനാശം ഭഗവതി ഇച്ഛിക്കുന്നെങ്കിൽ തീർച്ചയായിട്ടും തടയാൻ ഞാൻ അസമർത്ഥനാണ്. പതീഭാവത്തില് ഞാൻ അപ്രിയമായത് എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്നോട് ക്ഷമിക്കൂ. ഭഗവതി എന്ത് വേണം? ഇച്ഛ പോലെ എന്താണ് ശരി അത് അമ്മയ്ക്ക് ഉറപ്പായിട്ടും അറിയാം ഇല്ലേ? അപ്പൊ അമ്മയുടെ ഇച്ഛ പോലെ, ഭഗവതിയുടെ ഇച്ഛ പോലെ ചെയ്യൂന്ന് മഹാദേവൻ പറയുന്നു. അതോടുകൂടി ജഗദംബിക എന്ത് ചെയ്തു? മഹാദേവ, അങ്ങ് ഈ പ്രഥമ ഗണങ്ങളോടൊപ്പം ഇവിടെ നിന്നാലും യജ്ഞ ദർശനത്തിനായി ഞാനിത് പിതൃഗേഹത്തിലേക്ക് പോണു എന്ന് പറഞ്ഞിട്ട് ആ അമ്മ പുറപ്പെടുകയാണ് അവിടുന്ന് അല്ലെ. മഹാദേവനോട് പറഞ്ഞിട്ട് ഭൈരവിയായിരിക്കുന്ന ദേവി അത് തന്റെ 10 രൂപങ്ങളും ദശമഹാവിദ്യകളായിട്ട് താൻ ആരാണ്, തന്റെ സ്വരൂപം എന്ത് എല്ലാം കാണിച്ചു കൊടുത്തതിന് ശേഷം ആ മുകളിൽ ആദ്യമായി തന്നിൽ നിന്ന് വന്ന മുകളിൽ വിരാജിച്ചിരുന്ന താരയുമായിട്ട് ചേർന്നിട്ട് ഏകരൂപം സ്വീകരിച്ചു. മറ്റ് 8 മഹാവിദ്യകളും അന്തർധാനം ചെയ്തു. തുടർന്ന് ആ ഭീമലോചനയായിരിക്കുന്ന കാളി എന്ന് പറയുന്ന സതീദേവി മഹാദേവൻ നൽകിയ 1000 സിംഹങ്ങൾ വലിക്കുന്ന രഥത്തിലേറി ദക്ഷയാഗവേദിയിലേക്ക് പുറപ്പെട്ടു. അപ്പൊ ദേവി അവിടെ എന്തൊക്കെയാണ് സംഭവിച്ചത്? ദേഹത്യാഗം, മഹാദേവന്റെ ദക്ഷയജ്ഞ വിനാശവും തുടർന്ന് സംഭവിച്ചു. ദേവി ലോകരക്ഷാർത്ഥം ഹിമവാന്റെ പുത്രിയായി പാർവതിയായിട്ട് വീണ്ടും അവതരിച്ച് അനേക എന്താ പറയുക കൊടും തപസ് ചെയ്ത് പഞ്ചാഗ്നി മധ്യത്തില് തപസ് ചെയ്ത് അദ്ദേഹവും ശിവനും എന്തായിരുന്നു? ദക്ഷിണാമൂർത്തിയായിട്ട് തന്റെ ആത്മശക്തിയെ തന്നെ കിട്ടണമെന്ന് പറഞ്ഞ് ഒരു ഹിമാലയത്തിന്റെ ചരിവില് അദ്ദേഹവും തപസ് ചെയ്തു. ഈ പറഞ്ഞ ദേവി പാർവതിയായിട്ട് വന്ന പാർവതി അതികഠിനമായിട്ട് തപസ് ചെയ്ത് അവസാനം ആ ഒരു പാർവതി ദേവി മൂലാധാരത്തിലിരുന്ന ശക്തി സഹസ്രാരത്തിലിരുന്ന ശിവനുമായിട്ട് ചേർന്ന് ശിവശക്തി ഐക്യ രൂപിണി എന്നുള്ള ആ ഒരു നാമം കൈക്കൊണ്ട് ഈ പ്രപഞ്ചത്തിൽ വരുന്ന വിഘ്നങ്ങളെ ഇല്ലാതാക്കാൻ ഷൺമുഖനായിരിക്കുന്ന 6 മുഖങ്ങളോടുകൂടിയ 6 നമ്മുടെ ഓരോ ശരീരത്തിലും ഇരിക്കുന്ന 6, അതായത് ആ ഒരു 6 എന്താ പറയാ നെഗറ്റീവ്സിനെ, കാമ ക്രോധ ലോഭ മോഹ മത മാത്സര്യങ്ങളാണ് 6 ചക്രങ്ങളിൽ ഇരിക്കുന്നത്. കാമം എന്ന് പറയുന്ന മൂലാധാരം മുതൽ ആ ഒരു വിശുദ്ധി ചക്രം വരെ ഇരിക്കുന്ന നമ്മുടെ ശത്രുക്കളെ ഇല്ലാതാക്കാൻ ശരവണ ഭവനായിരിക്കുന്ന ശരവണ പൊയ്കയില് ആ ഭഗവാന്റെ ആ ഒരു എന്താ പറയാ ആ ഭഗവാന്റെ ബീജത്തെ ശരവണ പൊയ്കയില് ആ ഒരു കൃതിക ദേവിമാര് വളർത്തി അങ്ങനെ ഷൺമുഖന്റെ ജനനം ഉണ്ടായി. ഈ പറഞ്ഞ ജഗത്തിന് താരകാസുരൻ എന്ന് പറയുന്ന വലിയ ഒരു അസുരനെ ഇല്ലാതാക്കാൻ അങ്ങനെ ഷൺമുഖന്റെ ജനനവും ഉണ്ടായി.